Today we will discuss about the average and instantaneous rate of change. അപ്പോൾ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ചിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച്, അതുപോലെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം, എന്നിട്ട് അതിൻ്റെ കുറച്ച് പ്രോബ്ലംസും കൂടെ ചെയ്തു നോക്കാം. Let delta x be a small change in the independent variable x from x naught, and delta y be the corresponding change in y. Then the difference quotient delta y by delta x equal to f of x naught plus delta x minus f of x naught divided by delta x is referred to as the average rate of change of f with respect to x on the interval between x naught and x naught plus delta x. അപ്പോൾ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സിൽ ഉണ്ടാകുന്ന സ്മോൾ ചേഞ്ചാണ് ഡെൽറ്റ എക്സ്. അത് ചേഞ്ച് എന്ന് പറയുന്നത് എക്സ് നോട്ടിൽ നിന്നാണ് എക്സിൻ്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് വൈയിൽ ഉണ്ടാവുന്ന സ്മോൾ ചേഞ്ചാണ്, കറസ്പോണ്ടിങ് ചേഞ്ച്. ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആ ചേഞ്ചിനനുസരിച്ച് വൈയിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ് ഡെൽറ്റ വൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് കോഷ്യൻ്റ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് ആയിരിക്കും. കാരണം എക്സ് നോട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡെൽറ്റ എക്സ് ഡിഫറൻസിൽ അവിടെ വരെയുള്ള ചേഞ്ചാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എടുക്കുക, അതിലെ ഫംഗ്ഷൻ വാല്യൂവിൻ്റെ ഡിഫറൻസ് എടുത്തിട്ട് ഡെൽറ്റ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇതിനെയാണ് നമ്മൾ ഡിഫറൻസ് കോഷ്യൻ്റ് എന്ന് പറയാം. അപ്പോൾ ഈ ഡിഫറൻസ് കോഷ്യൻ്റ് ഈ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ഈ വാല്യൂവിനെയാണ് നമ്മൾ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇന്റർവൽ എന്ന് പറയുന്നത് എക്സ് നോട്ട് തൊട്ട് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വരെയാണ് നമ്മുടെ ഫംഗ്ഷൻ വേരി ചെയ്യുന്നത്. അപ്പോൾ ആ അവിടുത്തെ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ് കണ്ടുപിടിക്കാൻ നമുക്ക് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ചെയ്താൽ മതി. ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഇനി അടുത്ത ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് നോക്കുകയാണെങ്കിൽ the instantaneous rate of change of f with respect to x at the point x naught is the derivative f dash of x naught. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്ന ഡെറിവേറ്റീവ് ആണ് നമ്മുടെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്താണ്? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്രൊവൈഡഡ് ദ ലിമിറ്റ് എക്സിസ്റ്റ്. അപ്പോൾ എക്സ് നോട്ടിലുള്ള ഡെറിവേറ്റീവാണ് എന്ന് വെച്ചാൽ ഈ റേറ്റ് ഓഫ് ചേഞ്ചിൻ്റെ ലിമിറ്റ് ആസ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഇതിൻ്റെ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ചിൻ്റെ ലിമിറ്റ് ആണ് നമ്മുടെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണാനായിട്ട് നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം നമുക്ക്. അപ്പോൾ ഇതാണ് ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച്. ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് വെച്ചാൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിൻ്റെ ലിമിറ്റ്. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: an oil slick has area y equal to 30x cube plus 100x square meters x minutes after a tanker explosion. Find the average rate of change in area with respect to time during the period from x equal to 2 to x equal to 3 and from x equal to 2 to x equal to 2.1. What is the instantaneous rate of change of area with respect to time at x equal to 2? അപ്പോൾ നമ്മുടെ ഒരു ഓയിൽ സ്ലിക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഏരിയ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. ഇതാണ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 30x ക്യൂബ് പ്ലസ് 100x സ്ക്വയർ മീറ്റേഴ്സ് എക്സ്. സ്ക്വയർ മീറ്റേഴ്സ് ആണ്, മീറ്റർ സ്ക്വയർ ആണ്, ഏരിയയുടെ യൂണിറ്റ് ആണല്ലോ. അപ്പോൾ പിന്നെ എക്സ് മിനിറ്റ്സ് ആഫ്റ്റർ ഈ ടാങ്കർ എക്സ്പ്ലോഷന് ശേഷമുള്ള എക്സ് മിനിറ്റിന് ശേഷമുള്ള ഏരിയ ആണ് തന്നിട്ടുള്ളത്. ഇനി പറഞ്ഞിട്ടുള്ളത് ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഇൻ
റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ കണ്ടുപിടിക്കണം. ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഏരിയ കണ്ടുപിടിക്കണം. വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തെ പീരീഡ് എന്ന് പറയുന്നത് x = 2 to x = 3 ആണ്. അതുപോലെ x = 2 to x = 2.1 എന്ന് പറഞ്ഞ പീരീഡിലും കണ്ടുപിടിക്കണം. പിന്നെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കേണ്ടത് x = 2 അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ തന്നിട്ടുള്ള കാര്യങ്ങളൊന്നും ഒത്തിരി കാര്യമാക്കണ്ട. വാല്യൂസ് ആണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെ വാല്യൂസ് ആണ് തന്നേക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ആദ്യം f(x) അല്ലെങ്കിൽ y എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം. ഹിയർ y = f(x) എന്ന് പറയുന്നത് ഇതാണ്, ഏരിയ ആണ്. 30x³ + 100x ആണ്. ഇനി ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഫ്രം 2 to 3 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഹെൻസ് the average ഞാൻ എഴുതി average rate of change from x = 2 to x = 3 എന്ന് വെച്ചാൽ x = 2 to x = 3 ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് വെൻ x0 എന്ന് പറയുന്നതാണ് ഇവിടെ 2, അതുപോലെ x0 + Δx ആണ് 3 അല്ലേ. അപ്പോൾ Δx എന്ന് പറയുന്നത് എന്ത് വരും? 3 - 2 1 വരും. ഇനി എന്ത് ചെയ്യുക, ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കുക. Δy/Δx which is equal to f(x0 + Δx minus f(x0 divided by Δx). f എന്ന് പറയുന്നതാണ്. അപ്പോൾ x0 + Δx 3 ആണ്. അപ്പോൾ ആദ്യം 3 വാല്യൂ കൊടുക്കുക. f(3 - f(2) divided by 3 - 2. Δx എന്ന് പറയുന്നത് 3 - 2 ആണ്, 1 ആണ് അല്ലേ. ഇനി f(3) എന്ന് പറയുന്നത് വാല്യൂ കണ്ടുപിടിക്കുക. f(3) എന്ത് വരും? വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ചെയ്യാം. അതെന്ന് വെച്ചാൽ 30 × 3³ + 100 × 3 minus 30 × 2³ + 100 × 2 എന്ന് പറയുമ്പോൾ 200 വരും. ഡിവൈഡഡ് ബൈ 1 ആണ്. അപ്പോൾ അത് എന്താവും, മുകളിലത്തെ ഫംഗ്ഷൻ മാത്രമായി മാറും. ഇനി ഇതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തെടുക്കുക. 30 × 3³ എന്ന് പറയുമ്പം 27 × 30 + 300. അതുപോലെ 30 × ഇവിടെ 8 വരും. 240 + 200 വരും. എന്ന് വെച്ചാൽ 440 വരും. 440 ഇവിടുത്തെ വാല്യൂ കൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇവിടുത്തെ ആൻസർ ചെയ്താൽ ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇവിടെ 1110. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞപ്പോൾ 440 ആണ് അല്ലേ. ഇവിടെ 300, 30 × 3³ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 810 വരും. 810ഉം 300ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 1110 കിട്ടും. പിന്നെ ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 670. അപ്പോൾ റേറ്റ് ചേഞ്ച് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അത് ഒന്ന് നേരത്തെ ഡെഫിനേഷൻ എഴുതിയെടുത്തൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് മീറ്ററിലാണ് നമ്മുടെ ഇത് തന്നേക്കുന്നത്. അതുപോലെ ടൈം മിനിറ്റിലാണ്. അപ്പോൾ സ്ക്വയർ മീറ്റേഴ്സ് പെർ മിനിറ്റ് എന്ന് എഴുതാം. യൂണിറ്റ് സ്ക്വയർ മീറ്റേഴ്സ് പെർ യൂണിറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ എഴുതിയതിൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ, Δy/Δx യൂണിറ്റ്, ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ചിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ്
യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് വൈ ഡിവൈഡഡ് ബൈ യൂണിറ്റ് ഓഫ് എക്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിൻ്റെ യൂണിറ്റ്, അതുകൊണ്ടാണ് ഇവിടെ സ്ക്വയർ മീറ്റർ പെർ മിനിറ്റ് എന്ന് പറഞ്ഞത്. ബാക്കിയും കൂടി ഉണ്ട്. നമുക്ക് സിമിലർലി ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഫ്രം എക്സ് ഈക്വൽ ടു 2 to x equal to 2.1 കണ്ടുപിടിക്കണം അല്ലേ. ദ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഫ്രം എക്സ് ഈക്വൽ ടു 2 to x equal to 2.1, ദാറ്റ് ഈസ് വെൻ എക്സ് നോട്ട് എന്ന് പറയുന്നത് ഇവിടെ എത്രയാ, എക്സ് നോട്ട് ഈക്വൽ ടു 2 ആൻഡ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു 2.1 ഈസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു f of x naught plus delta x minus f of x naught divided by delta x. അപ്പോൾ ഇതിൻ്റെ വാല്യൂ f of 2.1 minus f of 2 divided by 2.1 minus 2. അപ്പോൾ ഇവിടെ f of 2.1 കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ 30 into 2.1 whole cube minus 100 into 2.1 മൈനസ് നമ്മൾ ഈ വാല്യൂ എഫ് ഓഫ് 2 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. എഫ് ഓഫ് 2 എന്ന് പറയുന്നത് എന്താണ്, 440 ആണ് അല്ലേ. അപ്പോൾ അതിവിടെ തന്നെ എഴുതാം 440. അപ്പം ഇനി ഈ വാല്യൂ ഒന്ന് ജസ്റ്റ് കണ്ടുപിടിക്കാം. ഇത് ഇനി ഡിനോമിനേറ്റർ എന്ത് വരും, 0.1 വരും അല്ലേ. നേരത്തെ ആണെങ്കിൽ 1 ആയതുകൊണ്ട് അവിടെ നമ്മൾ ഒന്നും കണ്ടുപിടിക്കാൻ കാര്യമായിട്ടില്ലായിരുന്നു. പിന്നെ ഈ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്ത് കാൽക്കുലേറ്ററിൽ ചെയ്യുക നിങ്ങൾ, അല്ലെങ്കിൽ മനക്കണക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 47.83. ഇത് തന്നെയാണോ നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യുക കേട്ടോ. ഡിവൈഡഡ് ബൈ 0.1. അപ്പം എന്ത് വരും, 0.1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പോയിന്റ് റൈറ്റിലേക്ക് മാറ്റി എടുത്താൽ മതി. അപ്പോൾ യൂണിറ്റ് എന്താണ്, സ്ക്വയർ മീറ്റേഴ്സ് പെർ മിനിറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് അറ്റ് ഫ്രം എക്സ് ഈക്വൽ ടു 2 to x equal to 2.1 എന്ന് പറയുന്നതാണ്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾക്ക് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ചും കൂടെ കണ്ടുപിടിക്കാനുണ്ട് അല്ലേ. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ ലിമിറ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 2 ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എഫ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ആണോ ആദ്യം അറിയണം അല്ലേ. ഹിയർ എഫ് ബീങ് എ പോളിനോമിയലാണ്, എഫ് ഒരു പോളിനോമിയലാണ്. എഫ് ബീങ് എ പോളിനോമിയൽ ഈസ് ഡിഫറൻഷ്യബിൾ എവ്രിവെയർ ആണ്, ഈസ് ഡിഫറൻഷ്യബിൾ എവ്രിവെയർ ആൻഡ് ഹെൻസ് അറ്റ് എക്സ് ഈക്വൽ ടു 2 എക്സ് ഈക്വൽ ടു 2ലും ഡിഫറൻഷ്യബിൾ ആയിരിക്കും അല്ലേ. ഇങ്ങനെ നോട്ട് ചെയ്യുക, ഹിയർ എഫ് ബീങ് എ പോളിനോമിയൽ ഈസ് ഡിഫറൻഷ്യബിൾ എവ്രിവെയർ ആൻഡ് ഹെൻസ് അറ്റ് എക്സ് ഈക്വൽ ടു 2. അപ്പോൾ ഓൾസോ നമുക്ക് എന്ത് ചെയ്യാം, എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു 30 into 3x square plus 100 into എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ 90x square plus 100 വരും. അപ്പോൾ ഹെൻസ് ദ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച്, ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച്, ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് അല്ലെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താ പറയുക, ഇങ്ങനെ എഴുതിയാൽ മതി. ഇൻസ്റ്റൻറ്റേനിയസ് എന്ന് പറയണമെന്നില്ല. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ at x equal to 2 is given by f dash of 2 which is equal to 90 into 2 square അല്ലേ, 2 square 4 plus 100 360 plus 100 എന്ത് വരും 4
60. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്താണ്? സ്ക്വയർ മീറ്റേഴ്സ് പെർ മിനിറ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ അറ്റ് x=2 എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വോളിയം ഓഫ് എ കോൺ ഈസ് 1/3 ഇൻറ്റു ഏരിയ ഓഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. If the base has radius always equal to the height, find the rate of change of the volume with respect to this radius. അപ്പോൾ നമ്മുടെ റേഡിയസ് ബേസിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് അതിൻ്റെ ഹൈറ്റിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞേക്കുന്നത്. അതുപോലെ വോളിയം കാണാൻ, കോണിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്. 1/3 ഇൻറ്റു ഏരിയ ഓഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ നമ്മൾ ഈ വോളിയത്തെ നമ്മൾ എന്ത് ചെയ്യുക? വി കൊണ്ട് ഡിനോട്ട് ചെയ്യുക. ലെറ്റ് we denote the volume of the cone. We denote the volume of the cone, and R denote the base radius. R denote the base radius, and X denote the height of the cone. Height of the cone. അപ്പം നമുക്ക് തന്നിട്ടുണ്ട് ഇഫ് ദ ബേസ് റേഡിയസ് ഓൾവേസ് ഈക്വൽ ടു ദ ഹൈറ്റ് എന്ന് വെച്ചാൽ ആറും എച്ചും ഈക്വൽ ആണ് തന്നിട്ടുണ്ട് അല്ലേ. ഗിവൺ എച്ച് ഈക്വൽ ടു ആർ, ഗിവൺ എച്ച് ഈക്വൽ ടു ആർ, ദെൻ നമുക്ക് വോളിയത്തിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ദെൻ വോളിയം വി ഈക്വൽ ടു 1/3 ഇൻറ്റു ഏരിയ ഓഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോണിൻ്റെ ബേസ് എന്ന് പറയുന്ന ഒരു സർക്കിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം πr². സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ πr² ആണ്. അപ്പോൾ 1/3 ഇൻറ്റു πr² ഇൻറ്റു എച്ച്. അപ്പോൾ ഇവിടെ ആറും എച്ചും സെയിം ആയതുകൊണ്ട് എച്ചിന് പകരം നമ്മൾ 6 കൊണ്ട് റീപ്ലേസ് ചെയ്തു. വിച്ച് ഈസ് ഈക്വൽ ടു 1/3 πr² ഇൻറ്റു ഇവിടെ 6 വരുമ്പോൾ r³. 1/3 πr³. കാരണം എച്ച് ഈക്വൽ ടു 6 ആണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ വോളിയം വിത്ത് റെസ്പെക്ട് ടു ദിസ് റേഡിയസ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മൊത്തം ആറിൻ്റെ ടൈമിലേക്ക് ആക്കിയത്. വിത്ത് റെസ്പെക്ട് ടു ഹൈറ്റ് ആണെങ്കിൽ ഇതിന് പകരം ആറിന് പകരം എച്ച് കൊണ്ട് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ ഹെൻസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ വോളിയം വിത്ത് റെസ്പെക്ട് ടു ദ ബേസ് റേഡിയസ് ഈസ് dv/dr. അപ്പോൾ വി എന്ന് പറയുന്നതാണ്. dv/dr എന്ന് പറയുന്നത് d/dr ഓഫ് 1/3 πr³ which is equal to ഇവിടെ ഇത് കോൺസ്റ്റൻ്റ് ആണ്, 1/3 കോൺസ്റ്റൻ്റ് ആണ്. r³ ഡെറിവേറ്റീവ് 3 കൂടെ ഇട്ടു, π കോൺസ്റ്റൻ്റ് ആണ്. 3r² ആണ് r³ ഡെറിവേറ്റീവ്. അപ്പം എന്ത് തോന്നും? 3 3 ക്യാൻസൽ ആയിപ്പോയി, πr². അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? πr². അപ്പം ഇത് അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാം? ഇപ്പം നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ ഇതിൽ അപ്ലൈ ചെയ്യാൻ മാത്രം. നമുക്കിവിടെ ആകെ കാണാനുള്ളത്, ഇക്വേഷൻ അറിഞ്ഞിരിക്കാനുള്ളത് റേറ്റ് ഓഫ് ചേഞ്ചിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? dv/dr. ഇപ്പോൾ ഏത് ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കേണ്ടത് വിത്ത് റെസ്പെക്ട് ടു ഏത് വേരിയബിൾ ആണ് എന്നും കൂടെ നോക്കാം. അപ്പോൾ ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കുറച്ച് ചെയ്ത് നോക്കുക.